ഫോർ ആ ഒരു ഹോപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാക്കിയിരിക്കുന്ന ഒരു സംഭവം. ഒരു നിമിഷം എന്താണ് ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ്. ഞാൻ പെട്ടെന്ന് ബാധിക്കനോട് ചോദിച്ചു, അതൊക്കെ ഞാനുണ്ട്, എന്തിനു വേണമെങ്കിലും ഞാനുണ്ട്, എന്താണ് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യുന്നത് ഞാനുണ്ട്. വീട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് ഏത് ഒരു ആൾക്കാരെക്കാളും മലയാളികൾക്ക് ഒരു സ്വപ്നമാണ്. ഒരു വീട് വെക്കുക എന്നുള്ളത്. സ്ഥലം വാങ്ങിച്ചതിന്റെ വീട് വെച്ചതിന്റെ ബുദ്ധിമുട്ട് കുറെ അധികം അനുഭവിച്ച ആളാണ്. അപ്പം ഇതുപോലെ അർഹരായ ആളുകളുടെ അടുത്തേക്ക് സ്ഥലം എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വന്തമായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ടാകും. മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഭാഗമാക്കുക ഏറ്റവും വലിയൊരു പുണ്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വീട് വെക്കാൻ 5-10 ലക്ഷം രൂപ ചെലവാകുന്ന ഒരു സ്ഥലത്ത് വെറും 3000 രൂപയ്ക്ക് സാരി വാങ്ങി നമുക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തിരിക്കണം. എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിട്ടായിരിക്കും. അങ്ങനെ തന്നെ ഞാനും സന്തോഷമായിട്ട് അതിന്റെ ഒരു പാർട്ടാവുന്നു. പേടിച്ചു പോയി. എന്നോട് പറഞ്ഞില്ല സ്റ്റേജിൽ വരണമെന്ന്. ഒന്നും ഞാൻ കടങ്കയായി പോയി. അവിടെ ചക്കരകളെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇവിടെ വരുമെന്ന്. ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ശ്രീ ഗണപതി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ നീലകണ്ഠൻ നമ്പീശൻ, ഫിലിം പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊജക്ട് ഡിസൈനർ ആൻഡ് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ ബാദുഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ആൻഡ് ഈ പദ്ധതിയുടെ ചീഫ് പ്രോഗ്രാം ഡയറക്ടറായി അശ്വതി നീലകണ്ഠൻ, ക്യാമ്പയിൻ കോർഡിനേറ്റർ മനു ഭാനു വിക്രമൻ എന്നിവരും ഈ പദ്ധതിയുടെ ഒരു വലിയ ഭാഗം തന്നെയാണ്. ഈ ഒരു പദ്ധതി ഒരുപാട് പ്രതീക്ഷകൾക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു പദ്ധതി തന്നെയാണ്. അപ്പം വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്താണ് ഈ പദ്ധതി, എങ്ങനെയാണ് നമ്മളിത് പ്രാവർത്തികമാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതിന്റെ മുന്നോടിയായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും. ആൻഡ് അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇന്നൊരു വെബ്സൈറ്റ് ലോഞ്ചിങ്ങും ഇന്നിവിടെ നടത്തുന്നുണ്ട്. ശ്രീ ഗണപതി ഗ്രൂപ്പിന്റെ ചെയർമാൻ നമ്പീശൻ ചേട്ടനുമായിട്ട് എനിക്കൊരു 8 വർഷം മുമ്പുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം ഒരു സിനിമാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനുമായിട്ട് ആദ്യമായി പരിചയപ്പെടുന്നത്. ഞങ്ങളൊരു പ്രൊജക്റ്റൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. പിന്നെ ആ സമയത്ത് ആ പടം നടക്കാതെയൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ നമ്മളുടെ ബന്ധം ദൃഢമായിട്ട് തുടരുകയായിരുന്നു. ഈ സമയത്താണ് ഒരു 3 മാസം മുമ്പ് നമ്പീശൻ ചേട്ടൻ എന്നെ ഒന്ന് കാണുകയും നമ്മളിങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ചെയ്യാൻ ഒരുപാട് മനസ്സുള്ള വ്യക്തിയാണെന്ന് എനിക്ക് പണ്ടുപോലെ അറിയാം. അദ്ദേഹം ഇങ്ങനെ ഒരു പദ്ധതി പറയുകയും ലാൻഡ് ഫോർ ഹോം, അതായത് കേരളത്തിൽ വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് 3 സെന്റ് സ്ഥലം വെച്ച് നമ്മുടെ എറണാകുളം ജില്ലയിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ ആ ആശയം കൊള്ളാമെന്ന് തോന്നി. പിന്നെ അതിൻ്റെ ഈ 3 മാസത്തിനുള്ളിൽ നടന്ന കുറേ ചർച്ചകളും അതിനെ പറ്റിയുള്ള റിസർച്ചുകളും എല്ലാം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അവസാനം അതിൻ്റെ ഉദ്ഘാടന വേളയിലോട്ട് നമുക്കിന്ന് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടിയിലോട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സായി ചേട്ടനും ബിന്ദു ചേച്ചി, അവർക്ക് തന്നെ ആദ്യം സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അതുപോലെ ശ്രീ ഗണപതി ഗ്രൂപ്പിനോടൊപ്പം തന്നെ പോളോട് ചേർന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനലാണ് നമ്മുടെ മീഡിയ പാർട്ണറായിട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനലുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നമുക്ക് ആൻഡോ സാറിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അമ്മയുടെ ഒരു ചടങ്ങായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എന്നാലും അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജീവ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജീവ് സാറിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
പിന്നെ എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് ഏറ്റവും കൂടുതൽ എന്നോട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ അധികം സമയം കളയുന്നില്ല, ഒരുപാട് ലേറ്റായതാണ്. എന്നാലും നമ്മുടെ എല്ലാ പ്രിയങ്കരിയായ സിംഗിളേട്ടൻ, റൂമ, ദാസേട്ടൻ, അനൂപ, നിത, വിജീഷ്, നയൻതാര, പിന്നെ നമ്മുടെ ഋദ്ധി വിശാല്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. കൂടാതെ ഇവരെല്ലാവരെയും ഞാൻ ഈ പദ്ധതി ഉദ്ഘാടന വേളയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഫോർ ഹോപ്പിന്റെ പേരിൽ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരു പ്രധാന ഘടകം എൻ്റെ രാമനാഥപുരം പാലസ് ട്രസ്റ്റി ഡോക്ടർ രാധമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. രാധമ്മയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പദ്ധതിയുടെ വിജയത്തിനായി ഞങ്ങളോട് സഹകരിക്കുന്ന ചെങ്കൽവാരായ സോമു സാറിനെയും ഞാൻ ഈ ഫംഗ്ഷനിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, നമ്മളോട് സഹകരിക്കാൻ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ GPയും ഗോപികയുമാണ്. അവർ രണ്ടുപേരോടും ഞങ്ങൾ ഈ കാര്യം പോയി പറഞ്ഞപ്പോൾ ഒന്നും നോക്കാനില്ല, എല്ലാ കാര്യത്തിനും കൂടെയുണ്ട് എന്ന് ഞങ്ങളോട്, എല്ലാത്തിനും ഞങ്ങൾ കൂടെ നിന്നോളാമെന്ന് ഉറപ്പ് തന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി അവർ രണ്ടുപേരും ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് വന്നിരിക്കുകയാണ്. രണ്ടുപേരെയും ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വതി നീലകണ്ഠൻ. ശ്രീഗണപതി ഗ്രൂപ്പിന്റെ ലാൻഡ് ഫോർ ഹോപ്പ് പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ശ്രീഗണപതി ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ നീലകണ്ഠൻ നമ്പീശനും സിനി പ്രൊഡ്യൂസർ ശ്രീമാൻ ബാദുഷയും സംയുക്തമായി ഭൂമിയില്ലാത്തവർക്കായി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലാൻഡ് ഫോർ ഹോപ്പ്. ഇനി ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അർഹതപ്പെട്ട 500 പേർക്ക് എറണാകുളം ജില്ലയിൽ 3 സെന്റ് സ്ഥലം വീതം നൽകണം എന്നുള്ളതാണ്. അതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ഭൂമി നൽകുന്നത്. എങ്ങനെ നമുക്ക് ഈ ഭൂമി കൊടുക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ കാഞ്ചീപുരം സാരി 3000 രൂപയ്ക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്കുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത്. നമ്മൾക്ക് കാഞ്ചീപുരം സാരി ഈ ഒരു ചെറിയ റേറ്റിൽ കിട്ടുന്നത് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി സോഴ്സ് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് പ്യുവർ ഹാൻഡ്ലൂം സാരി നമ്മൾക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഓർക്കുക, ശ്രീഗണപതിയിൽ നിന്ന് മേടിക്കുന്ന ഓരോ സാരിയും മറ്റൊരാൾക്ക് ഒരു പിടി മണ്ണ് സ്വന്തമാക്കാനുള്ള അവസരമാണ്. ഈ പ്രൊജക്റ്റിന്റെ ബാക്ക് ബോൺ, ദ മാൻ ബിഹൈൻഡ് ദ വിഷൻ, ശ്രീ നീലകണ്ഠൻ നമ്പീശൻ. അദ്ദേഹത്തിന്റെ 25 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ലാൻഡ് ഫോർ ഹോപ്പ് പ്രൊജക്റ്റ്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖം ശ്രീമാൻ ബാദുഷ. ആള് നമ്മുടെ പ്രൊജക്റ്റിന്റെ മറ്റൊരു വലിയ ശക്തിയാണ്. ഞാൻ പ്രത്യേകം ഒട്ടും പേരെടുത്ത് പറയേണ്ടാത്ത വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ എല്ലാ ഫാമിലിയിലെയും ഒരു അംഗമായിട്ടുള്ള ആൾക്കാരാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക ചേച്ചിയും. ഗോവിന്ദ് പത്മസൂര്യ എന്നൊന്നും പറയാൻ പറ്റിയിട്ടില്ല, GP ചേട്ടൻ എന്നുള്ളത് വളരെ വായിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേരായതുകൊണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ ഫേസ്. നമ്മുടെ മറ്റൊരു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മീഡിയ പാർട്ട്ണർ റിപ്പോർട്ടർ ചാനലാണ്. ഇന്നത്തെ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് 100 പേർക്കുള്ള ഭൂമി സ്പോൺസർ ചെയ്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുകയാണ്. സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ആക്ട്. ഇതൊരു സഹായമല്ല, ഇതെല്ലാം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി കണക്കാക്കുക. നന്ദി, നമസ്കാരം. എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിവിടെ പ്രസന്റ് ചെയ്യുക, എത്രത്തോളം പറയുന്നത് മനസ്സിലാകും. കാരണം ഈ ഒരു 3000 രൂപയുടെ കാഞ്ചീപുരം സാരി വാങ്ങുന്നതിലൂടെ ഒരു വലിയ സ്വപ്നത്തിനാണ് നിങ്ങൾ ഓരോരുത്തരും ഭാഗമാകുന്നത് എന്നൊരു വലിയ കാര്യമാണ് അശ്വതി ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്തത്. അപ്പം ആ ഒരു പ്രസന്റേഷന് നമുക്കൊരു സ്പെഷ്യൽ കൈയടി തീർച്ചയായിട്ടും അശ്വതിക്ക് കൊടുക്കാം. താങ്ക് യു വെരി മച്ച് അശ്വതി. ആൻഡ് നൗ ഇനി നമ്മളുടെ ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ നിലവിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി ഈ ഒരു വേദിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും ഐശ്വര്യത്തോടു കൂടി എല്ലാവരും വന്ന് ചേർന്നിരിക്കുമ്പം
ഒരു പ്രസന്നതയോട് കൂടി ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സായികുമാരേട്ടനും അതുപോലെ തന്നെ ബിന്ദു ചേച്ചിയുമാണ് ഏറ്റവും ബഹുമാനത്തോടു കൂടി ആദ്യമായി തന്നെ ഈ ഒരു വേദിയിലേക്ക് വിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. അപ്പോൾ നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഒന്ന് ചേർന്ന് നിൽക്കാൻ കൂടി ഈ ഒരു ഏറ്റവും ദൈവികമായ വേളയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഞങ്ങളുടെ മനോഭാനോ വിക്രമൻ അദ്ദേഹവും ചേർന്ന് ഇവിടെ ദീപം തെളിയിച്ചിരിക്കുകയാണ്. നമ്മളൊരു ലോഗോ ലോഞ്ചിങ് സെറമണിയിലേക്ക് കടക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ രണ്ടുപേരും ചേർന്ന് അല്ലെ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇവർ രണ്ടുപേരുടെ എല്ലാ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് നമ്മൾ ജസ്റ്റ് ഒരു പ്രസ്സിലൂടെ ലോഗോ ലോഞ്ചിങ് സെറമണിയിലേക്ക് കടക്കുകയാണ്. ലാൻഡ് ഫോർ ആ ഒരു ഹോപ്പാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാക്കിയിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതായത് കൃത്യമായി 100% അർഹരായവരെ തിരഞ്ഞെടുത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായ രീതിയിൽ അതെങ്ങനെയാണ് അത് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്പീശനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഇതേപോലത്തുള്ള ഒരുപാട് ചാരിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് കഴിയുന്നതനുസരിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ഈ സായനത്തിൽ ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ടത് ഇവിടെ വരാൻ സാധിച്ചത്. അവരുടെ ആ സതുദ്ദേശത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം അതിനർഹരാകുന്നവർക്ക് മുൻകൂട്ടി ഞങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. സായികുമാരേട്ടനും ബിന്ദു ചേച്ചിക്കും സ്നേഹത്തിന്റെ ഒരു പൊന്നാട ഇവിടെ നൽകുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാട്ടെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു കൈയടി ഈ ഒരു വേദിയിൽ നമുക്ക് നൽകാം. താങ്ക് യു വെരി മച്ച്. വെബ്സൈറ്റ് ലോഞ്ചിങ്ങിലേക്കാണ് കടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വെബ്സൈറ്റ് ലോഞ്ചിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇവിടെ ഉള്ളപ്പം വേറെ ആരെയാണല്ലേ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. സോ ലെറ്റ് മീ വെൽക്കം ദ വെരി ഹാൻഡ്സം GP ഓൺ സ്റ്റേജ്. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട GPയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. So this is the very beautiful website is here and ഇപ്പോൾ മുതൽ നമ്മൾ ലൈവായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഓൺ ആയിരിക്കുകയാണ്. landforhope.in sriganapathy.com എന്ന 2 വെബ്സൈറ്റുകളാണ്. സോ GP ചേട്ടാ ഒരുപാട് സന്തോഷം. എനിക്കറിയാം കുറച്ചധികം തിരക്കുകളിൽ നിന്നാണ് ഓടി ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. ആൻഡ് ഈ ഒരു മൊമെന്റിൽ 2 വാക്ക് സംസാരിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗോപികയും ഞാനും ചേർന്ന് ലോഞ്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റാണിത്. ഇന്ന് ഗോപികയുടെ പുതിയ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 1 റിലീസ് ചെയ്യാനിരിക്കുന്ന സുമതി വളവിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇന്നിപ്പോൾ ലുലു മോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരൊറ്റ കാരണത്തിലാണ് വരാൻ പറ്റാതിരുന്നത്. ഞാനതവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു. അതാണ് ഞാനും ഇവിടെ കുറച്ച് ലേറ്റ് ആയത്. എന്തൊക്കെയോ അർജുൻ അശോകൻ, ബാലു വർഗീസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരു വലിയ സിനിമയാണ്. അപ്പോൾ അവരെന്തോ ഡാൻസ് പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതിരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടാ ഞാനും വരുന്നുണ്ടെന്ന് വരാൻ പറ്റില്ല, ഇവിടെയുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗോപികയും വരുമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു
പദ്ധതിയുടെ ഭാഗമായിട്ട് ബാദുക്ക എന്നെ കാണാൻ വന്നു. അദ്ദേഹം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്കിതൊരു വലിയ തിരിച്ചറിവായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അർഹരായിട്ടുള്ളവർക്ക് നമ്മൾ 3 സെന്റ് സ്ഥാനം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അതിന് വേണ്ടി ഒരു പദ്ധതിയാണ്. ശരി, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, ഇത്രയും സന്നാഹം അതിനു വേണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ നേരം ഞാനിങ്ങനെ ആലോചിക്കുക, അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പം ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരേ ഉത്തരം തിരിച്ചു വരുന്നത്, നമ്മൾ അർഹരായിട്ടുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ചിന്താഗതിയെ കുറിച്ച് ഞാൻ ആലോചിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് ഒരു അസ്വാഭാവികത, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇത്രയും സമയമെടുത്ത് ഒരു വലിയ പദ്ധതിയാക്കി ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച് ഇതൊരു പ്രൊജക്റ്റാക്കി ഇതിന് ഒരു വിഷൻ കണ്ടെത്തി ഇതുപോലൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കി എടുത്ത് അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു. ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട അത്ര തന്നെ എഫേർട്ടാണ് ഇവരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിന് എന്ന് ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ്. ഞാൻ പെട്ടെന്ന് ബാദുക്കനോട് പറഞ്ഞു, അതൊക്കെ ഞാനുണ്ട്, എന്തിനു വേണമെങ്കിലും ഞാനുണ്ട്, എന്താണ് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യേണ്ടത് ഞാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ ശീലങ്ങളുടെ ഭാഗമല്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിന്റെ താളം കാണാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം, ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട്, എൻവയോൺമെന്റൽ ഡേ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഞാനൊരു മരം നടുന്നത്. അപ്പൊ എന്നെ ആൾക്കാർ കളിയാക്കും, ഈ എൻവയോൺമെന്റൽ ഡേന് മരം നട്ടിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ മരം നട്ടു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു എൻവയോൺമെന്റൽ ഡേന് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ മരം നടൽ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഈ പറയുന്ന ആളുകൾ എൻവയോൺമെന്റൽ ഡേന് പോലും മരം നടന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായത്. അതൊരു വലിയ തിരിച്ചറിവാണ്. കാരണം അങ്ങനെ ഒരു ദിവസം ഉണ്ടായതുകൊണ്ട് ആ ദിവസം മാത്രമാണ് പ്രകൃതിയോട് സ്നേഹം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് ആ ദിവസം പോലും അവർ അത് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെയുള്ള ആളുകൾ, ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതാണ് നമ്മളെ സമൂഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃകാപരമാണ്. അത് ഗംഭീര ഇൻസ്പിറേഷനാണ്. അവരെല്ലാവരും ഒരു ഗംഭീര കയ്യടിയെ അർഹിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതൊരു കയ്യടിയിൽ മാത്രം നിൽക്കേണ്ടതല്ല, നമ്മൾ ഒരുമിച്ച് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് എപ്പോഴും. സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു സംഭവത്തെ നമ്മുടെ ഭാഗമാക്കുമ്പോഴാണല്ലോ നമുക്ക് സ്നേഹം വരിക. നമ്മുടെ വീടിനോട് നമുക്ക് ഇഷ്ടം വരിക അത് എൻ്റെ വീടാണ് തോന്നുമ്പോഴാണ്. അച്ഛനോട് അമ്മയോട് ഇഷ്ടം വരുന്നത് അത് എൻ്റെ അച്ഛനും അമ്മയോടാണ്. ഭാര്യയോട് ഇഷ്ടം വരുന്നത് എൻ്റെ ഭാര്യയോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭാഗമാണ് എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് അതിനോട് സ്നേഹം തോന്നുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നുന്നത്. ഈ സമൂഹം എൻ്റെയാണ്, ഈ ആളുകളൊക്കെ എൻ്റെയാണ് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവിലേക്ക്, ആ ഒരു വലിയ തത്വത്തിലേക്ക് എളുപ്പമല്ല യാത്ര ചെയ്യാൻ, പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളും അത്തരം യാത്രകളുടെ ഭാഗമാകുമ്പോൾ അത് സംഭവിക്കുന്നു. ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തത് ഒരുപാട് സന്തോഷം. ഇതുപോലൊരു അവസരം ഇങ്ങനൊരു പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ആകാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു യാത്രയോടൊപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണ ശക്തിയോടുകൂടി നിങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഭാവിയിലും ഈ ഒരു ചടങ്ങിൽ മാത്രമല്ല, ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ബ്രാൻഡ് അംബാസഡർ എന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്നൊരു രീതിയിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അതിന് കൂടുതൽ സ്നേഹം തോന്നുന്നത്. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി നമ്മുടെ വെബ്സൈറ്റിലൂടെ ആദ്യം പർച്ചേസും ജീവിതത്തിലൂടെ തന്നെ നടക്കുമെന്നുള്ള ഒരു സന്തോഷം ഉറപ്പല്ലേ? ഉറപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. അതിൽ ഒരുപാട് സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കോൺസെപ്റ്റ് ഗോപികയുടെ അടുത്ത് പറഞ്ഞപ്പോ ഗോപിക ആദ്യം പറഞ്ഞത് നമുക്ക് കുറെ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. അപ്പൊ
പൊതുവെ പക്ഷെ ഞാനത് പറഞ്ഞെങ്കിലും ഗോപിക പൊതുവെ അധികം ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അവളിങ്ങനെ ഷോപ്പ് ചെയ്യണം, സാരി വാങ്ങണം, അങ്ങനെയൊന്നും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ഈ കാര്യം ഗോപിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് ബാധുക്ക വന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് കുറേ സാരി വാങ്ങിയാലോ എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഗോപികയും കൂടി ഇവിടെ വേണമായിരുന്നു, ഗോപികയും കൂടി പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഡെഫിനറ്റ്ലി അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സെയിലിന്റെ ഭാഗമാവാൻ തീർച്ചയായിട്ടും നല്ല താല്പര്യമുണ്ട്. ഒരിക്കലും ഇതൊരു സെയിൽ എന്നതിലുപരി നമ്മൾ വാങ്ങുന്ന ആ ഒരു സാരിയിലൂടെ ഒരു വ്യക്തിക്ക് ഒരു ഭൂമി എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ടല്ലോ അടിസ്ഥാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നാണ്. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ളൊരു വസ്ത്രം വാങ്ങുമ്പോൾ വേറൊരാൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു പാർപ്പിടം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ചിന്ത തന്നെയാണ്. എന്തായാലും അതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ജീപ്പു ചേട്ടൻ ഇത്രയധികം സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് ഏറ്റവും വ്യക്തമാകുന്നത്, അത്രയും തീവ്രമായി അത്രയും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു പദ്ധതിയെ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇനിയുള്ള യാത്ര ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഓൾറെഡി ഞങ്ങൾക്ക് വാക്ക് തന്നു കഴിഞ്ഞതിന് ഒരു പ്രത്യേക കയ്യടി അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. ആൻഡ് അപ്പോൾ അതിന്റെ ആ ഒരു സെയിലോടെ തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു പദ്ധതിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ജീപ്പു ചേട്ടൻ ഇവിടെ നിന്ന് പറയുമ്പം ബിന്ദു ചേച്ചി സായി ചേട്ടൻ്റെ ചെവിയിൽ സാരി വാങ്ങാന്നാണ് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ എന്തായാലും അവിടെ നിന്നും ഒരു സെയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പം ഒത്തിരി സ്നേഹം. ആൻഡ് ഈ ഒരു വേദിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഗോവിന്ദ് പത്മസൂര്യയെ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മളെ പൊന്നാട അണിയിച്ച് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ആദരിക്കുകയാണ്. സോ ഐ റിക്വസ്റ്റ് ഹിം. കേരളത്തിലുടനീളമുള്ള ഭൂമി ഇല്ലാത്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് നമ്മൾ 500 പേർക്ക് ഈ ഭൂമി വാഗ്ദാനം നൽകുന്നത്. 500 പേർക്കാണ് നമ്മൾ ഭൂമി നൽകുന്നത്. അപ്പം ഓഗസ്റ്റ് 15 മുതലാണ് അതിൽ നമ്മുടെ വെബ്സൈറ്റിൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുന്നത് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യം ഇവിടെയുള്ളവരിൽ നിന്നും പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു പക്ഷേ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിഷ്പക്ഷമായ രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്ന റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഞങ്ങളുടെ മീഡിയ പാർട്ണറായിട്ട് വന്നതെന്നത് ഒരുപാട് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നേ ദിവസം ഈ വേദിയെ ധന്യമാക്കി തീർക്കുവാനായി റിപ്പോർട്ടർ ടിവിയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെ ബഹുമാനത്തോടും കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സംരംഭവുമായിട്ട് ബാദുഷ നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു. പക്ഷേ MD ആൻഡ്രസറെ കണ്ടു, സംസാരിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തു. റിപ്പോർട്ടർ ചാനലില് ഈ നല്ല സംരംഭത്തിന് കൂടെ നിൽക്കുമെന്ന് ഒരു സംശയമില്ലാതെ നമ്മൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് അല്ലെങ്കിൽ ഒരു ഭൂമി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഞാൻ പോലും ഒരു 3 വർഷം മുൻപാണ് ഒരു ചെറിയ വീട് കോഴിക്കോട് വെച്ചത്. അപ്പം അതിൻ്റെ സന്തോഷം എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ സംരംഭത്തിൽ ഏറ്റവും മികച്ച പിന്തുണയുമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ 100 വീടുകൾക്ക് വേണ്ട ലാൻഡ് ഇപ്പം നമ്മൾ റിപ്പോർട്ടർ ചാനലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ സംരംഭത്തിൽ കൂടെ നിന്ന് മറ്റുള്ള ആൾക്കാരോട് ഞങ്ങൾ എൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. ഇത്രയും അധികം സാരി എടുക്കുമ്പോൾ സാരി നമുക്ക് നൽകുന്ന വ്യക്തിയാണ് ചെങ്കൽവരായ സോമു. അദ്ദേഹത്തിന് ഏറ്റവും അധികം നന്ദിയാണ് ഈ വേദിയിൽ അറിയിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് വിത്ത് us and you are a very 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 big part of us. ചെന്നൈയിലുള്ള ട്രസ്റ്റിന്റെ ഒരു മെമ്പർ കൂടെയാണ്. അപ്പോൾ ഒരുപാട് ബഹുമാനത്തോടു കൂടി തന്നെ ഡോക്ടർ രാധയെയും ഈ വേദിയിൽ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ പൊന്നാട നൽകി ആദരിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. സാർ, ബിന്ദു ചേച്ചി, ഗോവിന്ദേട്ട, അങ്ങനെ പറയാനാണ് എല്ലാവർക്കും നമസ്കാരം. ബാദുക്കയാണ് വിളിക്കുന്നത്. എല്ലാവരെയും വിളിച്ച പോലെ ബാദുക്ക തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേട്ടപ്പോൾ തന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനും ആലോചിക്കുകയായിരുന്നു. അതായത് വസ്ത്രം നൽകി പാർപ്പിടം നൽകുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, ഒരുപാട് നമ്മളിപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നത് ഈ പറഞ്ഞ പോലെ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് വരിക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു പ്രോജക്റ്റ് വരിക എന്ന് പറയുന്നത്, അതിലൊരു ഭാഗമാവാൻ കഴിയുന്നത്, ചെറുതാണെങ്കിൽ പോലും ഒരു ഭാഗമാവാൻ കഴിയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് ഹോപ്പിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. വലിയൊരു സക്സസ് ആവട്ടെ. എല്ലാവരും അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാരികൾ മേടിച്ച് ഒരുപാട് വീടുകൾ പണിത് നൽകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു കൊള്ളുന്നു.
ലാൻഡ് ഫോർ സ്കോപ്പ് അല്ല, പക്ഷെ അതൊരു സ്കോപ്പാണ്. ഓഫ് കോഴ്സ് ഒരുപാട് ഹോപ്പ് ഉണ്ടാവും. അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു ഹോപ്പാണിത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന്. തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നായിരിക്കും. അതെ, അങ്ങനെ തന്നെ ഞാനും സന്തോഷമായിട്ട് അതിൻ്റെ ഒരു പാർട്ടാവുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം വീടൊക്കെ വെച്ചതേ ഉള്ളൂ. അപ്പം സ്ഥലം വാങ്ങിച്ചതിൻ്റെയും വീട് വെച്ചതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറേ അധികം അനുഭവിച്ച ആളാണ്. അപ്പം ഇതുപോലെ അർഹരായ ആളുകളുടെ അടുത്തേക്ക് സ്ഥലം എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വേദിയിൽ നിൽക്കാൻ, ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചത് ഉറപ്പായിട്ടും ബാദുഷയ്ക്കാർക്കും ഇതിന്റെ സംഘാടകർക്കൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കുറെ അധികം പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അല്ലേ. പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. സോഷ്യൽ മീഡിയയിലൂടെ നാദറയുടെ പുതിയ പുതിയ സാരികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വീണ്ടും നാദർ ഇവിടെ നിന്നൊരു സാരി വാങ്ങല്ലേ, വാങ്ങിയിട്ടല്ലേ പോവുള്ളൂ. യെസ്, താങ്ക് യു. നാദറയ്ക്ക് ഇവിടെ പൊന്നാടായിട്ട് നൽകുന്നതിന് വേണ്ടി നമ്പീശൻ ചേട്ടനെയും ബാധുക്കയും ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നത്. ഇത്രയും ആളുകളുടെ ഇടയിൽ സായി ചേട്ടാ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചാണ്. ചേച്ചി സന്തോഷം കാണാൻ പറ്റിയതിൽ. പിന്നെ എൻ്റെ ഗുരുവായൂരപ്പായി സക്സസ് ആക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുവാണ്. ഒരുപാട് പേർക്ക് വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണല്ലോ. എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമല്ലേ. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാവർക്കും ഒരു വീട് എൻ്റെയും സ്വപ്നമാണ്. ഞാനും അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാദുഷ, പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ പേടിച്ചു പോയി, എന്നോട് പറഞ്ഞില്ല സ്റ്റേജിൽ വരണമെന്ന്. ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. സത്യം പറയുന്നത് കടങ്കയായി പോയി. അവിടെ എൻ്റെ ചക്കരകളായി. ഒരു യൂട്യൂബർ കൂടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ എന്റെ ചക്കരകളെന്നൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നത്. പറഞ്ഞോ, ധൈര്യം. ഞങ്ങൾക്ക് ഇവിടെ സിംഗിൾ ഭവൻ നല്ലൊരു അഭിനേത്രിയും കൂടിയാണ്. പക്ഷെ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ബിന്ദു ചേച്ചിയുടെ എക്സ്പ്രഷനൊക്കെയാണ് ഓർമ്മ വരുന്നത്. ബിന്ദു ചേച്ചി അവിടെ നിന്ന് പറഞ്ഞോണ്ട് കൂടി ഇരിക്കാം. ബാക്കി കണ്ടിന്യൂ ചെയ്തോ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സമർപ്പിക്കുകയാണ്. എൻ്റെ ഗുരുവായൂരപ്പ ഗണപതി ഭഗവാനെ. ഇങ്ങനെയൊരു സംരംഭം എന്ന് കേട്ടപ്പം എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന പോലും എല്ലാവരും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് പാർപ്പിടം. അപ്പൊ അതിന് ഇല്ലാത്തവർക്ക് ഇതേപോലുള്ള ആളുകള് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസുമായിട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യാന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. എനിവേ താങ്ക് യു സോ മച്ച്. ഇതിന്റെ പിന്നണി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു സംരംഭം വലിയൊരു സക്സസ്ഫുൾ ആയി തീരട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എന്തായാലും ഒരു വീട് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ നമ്മൾ വെച്ചു കൊടുത്തിട്ടില്ല, അതിന് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ സാരി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും. ഇതൊക്കെ ഒരു 2-3 സാരി ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ എന്തായാലും ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് അതുകൂടെ അത്ര വലിയ അഭിപ്രായമില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഒരു സീരിയലില് എന്നിതേടെ എന്റെ കെട്ടിയോളം അടിച്ചു മാറ്റി. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ പുള്ളി അടുത്ത ആഴ്ച 2-3 ആഴ്ച കഴിയുമ്പോൾ ദുബായിക്ക് പോകുന്നു. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മഴ തോരും മുമ്പേ എന്ന് പറഞ്ഞ ആഴ്ചയാണ് സീരിയലിലെ കാര്യമാണ് പറഞ്ഞത്. സോ എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഈ പരിപാടി വിജയകരമായിട്ട് തീരട്ടെ. സാരി മേടിക്കാൻ പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനമായി. അപ്പൊ കുറെ സാരി ഇതൊക്കെ മേടിച്ചു കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ നമസ്കാരം. വീട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് ഏത് ഒരാൾക്കാരെക്കാളും മലയാളികൾക്ക് ഒരു സ്വപ്നമാണ്. ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വീട് ഇല്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഇത്തരത്തിലൊരു മുൻപോട്ടേക്ക് വന്ന ഒരു ചിന്ത, അത് ഭയങ്കര വലുതാണ്. എന്തായാലും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഏറ്റവും സ്നേഹത്തോടെ. താങ്ക് യു. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്, സ്വന്തമായിട്ട് ഒരു ഭൂമി, വീട്. ആൻഡ് മോർ ഓവർ ഇറ്റ്സ് എ റൈറ്റ്, എവ്രി വൺ ഡിസേർവ്സ് എ ഹൗസ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ലാൻഡ് ഫോർ ഹോപ്പ്. അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുത്തതിൽ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹോപ്പ് എവരിവൺ ബൈസ് എ സാരി. താങ്ക് യു. റീലിലൊക്കെ വൃതി നല്ല സുന്ദരി കുട്ടിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നമസ്കാരം പ്രിയ ചങ്കുകളെ. ഈ ഒരു വേദി എന്നെ സംബന്ധിച്ച് ഏറ്റവും സുദിനമായൊരു ദിവസമാണ്, സുദിനമായൊരു വേദിയാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ, നമ്മളെ സായി ചേട്ടനും ബിന്ദു ചേച്ചി, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന 2 പ്രതിഭകളാണ്. കാണാൻ പറ്റി, വലിയ സന്തോഷം. അതുപോലെ തന്നെ GP ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു, GP ആങ്കറായിട്ടുള്ള, അതിനും പങ്കെടുക്കാൻ പറ്റി. GP രണ്ടാമതും കാണാൻ പറ്റി. നാദിറ, ബാക്കി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരെയും ഞാൻ കാണാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഇലക്ട്രിസിറ്റി ബോർഡ് സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യാണ്. ജോലി, സിനിമ, സോഷ്യൽ മീഡിയ, ഇത് മൂന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പോകുന്ന ആളാണ്. ജോലി സമയത്ത് അവിടെ വിഷയം വരാൻ പാടില്ല, സോഷ്യൽ മീഡിയ വിഷയം വരാൻ പാടില്ല, സിനിമ കഥാപാത്രം കിട്ടിയ വേഗം പോകണം. അങ്ങനെ ഒരു തപ്പിക്കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത്. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലേക്ക് ഇരിക്കാൻ വൈഫ് പറഞ്ഞ ഞായറാഴ്ച ദിവസങ്ങൾ ഇരിക്കുന്ന ഒരുപാട് പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ് മഞ്ജു ചേച്ചി വിളിച്ചാൽ ഞാൻ പോകും, ബാദുക്ക വിളിച്ചാൽ പോകും. അങ്ങനെ അതും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊരു ഉത്തരവാദിത്തമാണ്, നമ്മളൊരു കർത്തവ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു, പങ്കെടുക്കാൻ പറ്റി. നാളെ രാവിലെ തന്നെ കോഴിക്കോട് പോകും. അവിടെ പോയി KSEB-യിൽ രാവിലെ എത്തിയില്ലെങ്കിൽ വേറെ വിഷയങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ സ്വന്തമായി വീടുണ്ടാക്കണം. എന്നാലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഭാഗമാക്കാം. ഏറ്റവും വലിയൊരു പുണ്യമാണ് നമുക്ക് കിട്ടാനുള്ള ജീവിതത്തിൽ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചി വിളിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയത്. അപ്പം സുഹൃത്തുക്കളെ, എല്ലാവരും ഇതിൽ ഭാഗമാക്കാം, ഞാനും ഇതിൽ ഭാഗമാക്കുന്നതായിരിക്കും. അപ്പം വേറെ ഒന്നും ഈ വൈകിയ പോലെ പറയാനില്ല. അപ്പം എൻ്റെ നിറഞ്ഞ സന്തോഷത്തോടെ പൊളിക്കാ ചങ്കുകളെ പൊളിച്ചെടുക്കാം. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞെങ്കിൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്തായാലും മഞ്ജുചേച്ചിയും ബാദുക്കനും എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. എനിക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോഴേക്കും മഞ്ജുചേച്ചി എനിക്കൊരു ഫോട്ടോ ആണ് അയച്ചത്. സത്യം പറഞ്ഞാൽ അതിൽ എൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടിപൊളി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ലിജിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അതിൽ എൻ്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളത്. എനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. കൂടെ തന്നെ ഉണ്ടാകും. എല്ലാ സപ്പോർട്ടും എൻ്റെ വകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയും എന്തായാലും ഉണ്ടാവും കേട്ടോ. താങ്ക് യു. ഞാൻ ഈ വർഷം പങ്കെടുത്ത ഏറ്റവും നല്ല ഒരു ചടങ്ങാണ് ഇതെന്ന് എനിക്ക് ഉറപ്പിച്ച് ഞാൻ ഹൃദയത്തെ തൊട്ട് പറയുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബാദുഷ തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്തെല്ലാം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കോവിഡ് കാലത്ത് ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ ബാദുഷ ഉള്ള ഈ സംരംഭം, അതും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ 3000 രൂപ ഒരു സാരി മേടിച്ച് അതെങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കണം. പക്ഷേ തൊട്ടടുത്ത് തന്നെ നമ്മൾ റിപ്പോർട്ടർ TV വന്നിട്ട് ഇപ്പോൾ ഒരു 100 പേർക്കുള്ള ഭൂമി കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. നമ്മളെല്ലാവരും കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒപ്പുണ്ടാവും. നമ്പിശേട്ടനും ബാക്കി ഇതിലുള്ള എല്ലാവർക്കും എൻ്റെ ഈ സംരംഭത്തിലേക്കുള്ള എൻ്റെ നന്ദി കൂടി ഞാൻ പറയുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. വളരെ നന്മ നിറഞ്ഞൊരു പ്രോഗ്രാം. ഒരു സാരി വാങ്ങിക്കുന്നതിലൂടെ 500 പേർക്ക് ഭവനം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ ഭാഗമാകാനും ഇങ്ങനെ ഒരു ഇതിന് ആശംസ അർപ്പിക്കാനും പറ്റിയതിൽ സന്തോഷം. ആശംസ മാത്രമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും സാരികൾ എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബക്കാർക്കും എല്ലാം വാങ്ങിപ്പിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീരാവട്ടെ. നമസ്കാരം എല്ലാവർക്കും. ഞാനിങ്ങനെ സ്വാഗതം അല്ലെങ്കിൽ ഇങ്ങനെ ആശംസ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെക്കാളും ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ആദ്യം തന്നെ ഞാൻ എന്നെയെന്ന് പറയാം, ഞാൻ കിച്ചു കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടന്നൊരു വ്യക്തിയാണ്. എൻ്റെ ജോലി തന്നെ പ്രാങ്ക് ചെയ്യും. പ്രാങ്ക് എന്ന് വെച്ചാൽ കുറച്ച് തല്ലുകൊള്ളുന്ന പരിപാടിയാണ്. തല്ലുകൊണ്ട് റോഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം, എടുത്തോണ്ട് പോയി കിടത്താൻ ഒരു വീട് വേണ്ടേ, അങ്ങനെ ഒരു വീട് വേണ്ടേ. അങ്ങനെ എനിക്കൊരു വീടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മെയിൻലി ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ ചാണം തെളിച്ച് തറയിലാണ് കിടക്കുന്നത്, ഓല മേഞ്ഞ വീട്ടിലാണ് കിടന്നത്. അന്ന് ഇത് കണക്ക് നമ്മുടെ ഈ പറയുന്ന പ്രൊജക്ട് ആണെങ്കിൽ ലാൻഡ് ഫോർ ഹോപ്പ് കണക്ക് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വീട് വെക്കാൻ 5 to 10 ലക്ഷം രൂപ ചെലവാകുന്ന ഒരു സ്ഥലത്ത് വെറും 3000 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തിരിക്കണം.
അങ്ങനെ ഒരു സംഭവം ചെയ്തായിരുന്നെങ്കിൽ ആക്ച്വലി എൻ്റെ അമ്മ അങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മുടെ കലാകാരന്മാർ, നമ്മളെയാണ് ജനങ്ങൾ കാണുന്നത്, നമ്മൾ പറയുന്നവർ വിശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊജക്റ്റ് വരുത്താം. അതും വേറെ തുച്ഛമായ 3000 രൂപ, ജസ്റ്റ് ഒരു 3000 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമ്മൾ ചെയ്തു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കും. ഒരുപാട് പേർക്ക് വീടാവും. നമ്മളെല്ലാവർക്കും ഇത് നല്ലൊരു വലിയൊരു പ്രൊജക്റ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഭയങ്കര സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു അംബാസഡർ കൂടെയാണ് നമ്മളുടെ ഈ ഒരു പദ്ധതിയുടെ. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? എനിക്ക് ഇന്നൊരു എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ഡേ ആണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു മൂവി ചെയ്തു. അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലു മോളിൽ വെച്ച്. അത് കാരണമാണ് ലേറ്റ് ആയത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എനിക്ക് അഭിമാനം തോന്നുന്നു ഇവിടെ നിൽക്കുമ്പോൾ. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഭക്ഷണം, വെള്ളം, ഷെൽട്ടർ. അത് എല്ലാവരുടെയും ഒരു നെസസിറ്റിയാണ്. അപ്പം അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നു, അത് വലിയൊരു എന്താ പറയുക, പുണ്യപ്രവൃത്തി എന്ന് പറയണോ മനുഷ്യത്വം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പാർട്ട് ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു നമുക്കൊരു സാരി വാങ്ങണം എന്ന് പറഞ്ഞു. ഗോപികയ്ക്ക് ഒരുപാട് സാരികൾ വാങ്ങാൻ ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശമുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ആവാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. സോ അപ്പൊ എന്തായാലും ഞങ്ങളോട് ഇത്രയും കൃത്യമായിട്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് GP ആണ്. അപ്പൊ GP കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ കൂടെ തന്നെ വൺസ് അഗൈൻ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം GP ചേട്ടൻ ഓൺ സ്റ്റേജ്. ഏറ്റവും സ്നേഹത്തോടെ കൂടെ തന്നെ ക്ഷണിക്കുകയാണ്. അതേ ഇവിടെ പറഞ്ഞു വരാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗോപികയുടെ ലൈഫിൽ ഇന്നത്തെ 2 പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒരു സിനിമ വരുന്നു, ഒപ്പം ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാകുന്നു. പറഞ്ഞോളൂ, ഈ പറഞ്ഞു. സോ അഗൈൻ നമുക്ക് രണ്ടുപേർക്കും ഇതിന്റെ ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന്റെ ഫേസ് ആവാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഈ ഒരു പദ്ധതി എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ആസ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആളുകൾ അറിയേണ്ട ഒരു കാര്യമാണ്, ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് മുമ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. എന്തായാലും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാൻ ഞങ്ങളെ ഓർത്ത് ക്ഷണിച്ച് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കിയതിൽ ഒരിക്കൽ കൂടെ ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷമാണ്. ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ സന്തോഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വലിയ സന്തോഷത്തിലാണ്. പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ലുലുവില്. വലിയൊരു ക്രൗഡിനിടയിൽ ഞാനും ഗോപിക്ക് ഓടി ഇറങ്ങി. കാരണം എൻ്റെ അടുത്ത സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാധിക്കുകയാണ്. ഇതിന്റെ പേരിലാണ് അഡ്വാൻസ് വരായിരുന്ന ഞാൻ ഓടി വരും. ബാധിക്കവിടെ ഞാൻ എത്തി. അപ്പം ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി എൻ്റെ അടുത്തൊരു ഒരാഴ്ച മുന്നെയാണ് ബാധിക്കയും അശ്വതിയും ഇവരെല്ലാം പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു നന്മയുള്ള പദ്ധതി. തീർച്ചയായിട്ടും എൻ്റെ ഭാഗമായി ഞാനും ഉണ്ട്. എനിക്ക് സാരി വാങ്ങിക്കാൻ എൻ്റെ വീട്ടിൽ കുറേ സ്ത്രീജനങ്ങളുണ്ട്. അത് വളർന്നു വരുന്ന പെൺപിള്ളേരും ഉണ്ട്. ഭാഗ്യം അവർ സാരി എടുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ഞാനതിൻ്റെ ഭാഗമായിരിക്കും. ഒപ്പം തന്നെ ഇതുവഴി കുറേ ആളുകൾക്ക് സ്ഥലം കിട്ടുക, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റുക, അല്ല അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ നന്മ ഈ ചെയ്യുന്ന ഇവർക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു വലിയ വിജയമായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ മുഖമുദ്രയായി കണ്ട എൻ്റെ GPയും ഗോപികയും, കാരണം നല്ല മനസ്സുള്ളവരാണ് എന്നും നല്ലത് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതിനൊപ്പം കൂടിയിരിക്കുന്ന എല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. അപ്പം അങ്ങനെ ഇതൊരു വലിയ വിജയമാവട്ടെ. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിച്ചേട്ടനായിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് സാഹിച്ചേട്ടൻ. എനിക്ക് സാഹിച്ചേട്ടനില്ല, ആദ്യമായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് സാഹിച്ചേട്ടനടുത്ത് വന്ന് സംസാരിക്കുന്നത്. പക്ഷെ ഒരുപാട് വേദികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നടനാണ്. എൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഇതുവരെ സാഹിച്ചേട്ടനെ വിളിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരാഗ്രഹം പറയാണ് സാഹിച്ചേട്ടൻ, എനിക്ക് ആ പഴയ സാഹിച്ചേട്ടനെ ഒരു മാസ് വില്ലൻ ക്യാരക്ടറായിട്ട് തിരിച്ചു കൊണ്ടുവരണം വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ ഉടനെ സാഹിച്ചേട്ടൻ്റെ അടുത്തോട്ട് വരും. ഇത് വലിയൊരു ആഗ്രഹമാണ്. അപ്പം ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഈ മീഡിയക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവരൊന്നും ഇങ്ങനെ രണ്ടിടത്തും വന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊച്ചി നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഒരു വലിയ സപ്പോർട്ട് കൊടുക്കുന്ന മീഡിയാസിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളോടും നന്ദി പറയുന്നു. അപ്പോൾ ഇവിടെ എത്തിയ എല്ലാവരോടും നല്ല വിശപ്പുണ്ട്. കാരണം ഇനി 10 മണിക്ക് ഞങ്ങളുടെ ഒരു ക്രിക്കറ്റ് കളിയുണ്ട് ഈ സുമതിയോളം ടീമിൻ്റെ വക. അപ്പം
അതും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഇപ്പം ബാധിക്ക ആവശ്യത്തിന് ഞാൻ തള്ളിയിട്ടുണ്ട് പോലെ ബാധിക്കാൻ പറ്റി പറയണം കേട്ടോ. അവിടെ പുള്ളിക്ക് ഇല്ലാത്ത എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു വേണം കോവിഡ് സമയം മുതൽ ഈ മനുഷ്യനെ നമ്മുടെ മലയാളിയുടെ കൂടുതൽ അടുത്ത് അറിയാൻ തുടങ്ങിയാണ്. കാരണം എനിക്ക് ആ സമയത്ത് ഓർമ്മയുണ്ട് ബാധിക്ക വിളിച്ചാൽ ഒരു 10 സ്ഥലത്തേക്ക് ഫുഡിന്റെ കാര്യമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമൊക്കെ ചെയ്യാൻ തോന്നും. കാരണം അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ് വളരെ കുറച്ചു പേർക്കേ കാണത്തുള്ളൂ. അപ്പൊ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിൽക്കുന്നതിന് ബാധിക്ക, അതുപോലെ അശ്വതി, നിങ്ങളെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഞാനുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വെക്കുന്ന ഓരോ സാരി, നിങ്ങൾ വാങ്ങുന്ന ഓരോ സാരി, അല്ലെങ്കിൽ ഈ ഓണമാണ് വരുന്നത്, ഓണത്തിന് വാങ്ങുന്ന ഒരു ഓണക്കോടി ഒരു മനുഷ്യന് തലചായ്ക്കാനുള്ള ഒരു ഇടമായി മാറുന്ന ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതിനാണ് ഞാൻ വീണ്ടും ഒന്ന് കയറിയത്.